നിന്നെ ഞാൻ കൊല്ലും. എന്നെ കൊല്ല ആരാണ് നിന്നെ അയച്ചത്? അവനെയും കൊല്ലും നിന്നെയും കൊല്ലും. നിൽക്കണവൻ I'll kill you! Stop there! I say you stop there! Stop there! Stop there! Stop there! I'll kill you! ചീത്തയാകാൻ കൊണ്ടൊരു സമയം. Stop! 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 സാർ, എന്താ പ്രശ്നം? ഈ കഞ്ചാവ് ലോറി. കഞ്ചാവ് ലോറിയോ? ഈ കഞ്ചാവ് ലോറി. ഈ കഞ്ചാവ് ലോറി? അതെ, കഞ്ചാവ് ലോറി. അല്ല, ചെക്ക് പോസ്റ്റ് തകർത്ത് ഓടിയെന്ന് വിവരം കിട്ടി. ചെക്ക് പോസ്റ്റ് തകർത്താലും തോക്കുമായി വന്നാലും ഏത് കഞ്ചാവ് ലോറിയും ഞാൻ പിടിക്കും. താങ്കൾക്ക് ഞങ്ങളെ സംശയവും പുച്ഛവുമായിരുന്നല്ലോ, ഇപ്പോഴെങ്ങനെ ഇരിക്കുന്നു? ഇൻസ്പെക്ടർ, കൊലപാതകം അന്വേഷിക്കാൻ മാത്രമല്ല ഈ സംസ്ഥാനം തന്നെ ശുദ്ധീകരിച്ചിട്ട് ഞങ്ങൾ പോകൂ. ലോറി സ്റ്റേഷനിലേക്ക് കൊണ്ടുവരാനുള്ള ഏർപ്പാട് ചെയ്യൂ. ഷേഡി ഫ്രം തമിഴ്നാടു. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം. എത്രയോ വട്ടം ചെക്ക് പോസ്റ്റ് ചേർത്തിരിക്കുന്നു, എത്ര പോലീസുകാരെ കൊന്നിരിക്കുന്നു. പക്ഷെ ആരും നമ്മുടെ കഞ്ചാവിലാറി ഇന്നുവരെ പിടിച്ചിട്ടില്ല. താടി നീട്ടി വളർത്തിയ ഒരു തടിയനാണ് അത്രേ നമ്മുടെ ഡ്രൈവറെ വെച്ച് ഇടിച്ചു തെറിപ്പിച്ചത്. അതാരാണെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. ഒക്കെ സിഐഡികളാവും. അനന്താ, പറയുമ്പോ വിഷമം തോന്നരുത്. നീ എന്ന് എന്റെ വീട്ടിൽ കാല് കുത്തിയോ അന്ന് തുടങ്ങി എനിക്ക് ആപത്ത്. പ്രഭാര ശവത്തെ കുത്തരുത്. എല്ലാം നഷ്ടപ്പെട്ടൊരു പിച്ചാന്തേരിയായി നിന്റെ മുമ്പിൽ വരേണ്ടി വന്നു. ഒരു കള്ള പാസ്പോർട്ട് എത്രയും പെട്ടെന്ന് ഒപ്പിച്ചതാ. ഇവിടെ ലക്ഷങ്ങൾ വെള്ളത്തിലായി കിടക്കുമ്പോഴാണ് അവന്റെ ഒരു പാസ്പോർട്ട്. ആ കുഞ്ഞുഷ്ണ, ആ ലാറിയിലുണ്ടായിരുന്ന ആൾക്കാരുണ്ടല്ലോ, അവന്മാരോട് ഒളിവിൽ പോയിക്കൊള്ളാൻ പറ. ശരി, ഞാൻ ഗുരുവായൂർ വരെ ഒന്ന് പോവുക. ഇനി അതേ ഉള്ളൂ ഏക ആശ്വാസം. എന്റെ പാസ്പോർട്ട് പത്രത്തിൽ പേരുണ്ടായിരുന്നു ശോഭ പറഞ്ഞു. വലിയ വലിയ കള്ളന്മാരെയൊക്കെ സിഐഡി പിടിച്ചു അല്ലേ? വായിച്ചായിരുന്നോ? ചിലപ്പോ കണ്ടില്ലെങ്കിലോ എന്ന് കരുതി ഞാൻ പേപ്പറിങ് എടുത്തു. എക്സ്പ്രസിൽ എന്റെ ഫോട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നു. പിടികൂടപ്പെട്ട കഞ്ചാവ് ലോറിക്കടുത്ത് സിഐഡി രാംദാസനും സംഘവും എന്ന അടിക്കുറിപ്പോടുകൂടി. ഇതെങ്ങനെയാ കുഞ്ഞ് ഇതൊക്കെ കണ്ടുപിടിക്കുന്നേ?
അതമ്മേ, ഞങ്ങൾക്ക് ഈ ട്രെയിനിങ് കിട്ടിയിട്ടുണ്ട്. പിന്നെ സംശയം തോന്നുന്നവരെ വെടിവെച്ച് കൊല്ലാനുള്ള അധികാരമുണ്ട്. ആഹാ. ആ മോർണിംഗ് അന്നേ മോനൊരു സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ട്. അയ്യോ, ഇതൊന്നും വേണ്ടിയിരുന്നില്ല. കുട്ടികൾക്ക് ഈ പ്രായത്തിൽ ഒരു സൈക്കിൾ അത്യാവശ്യമാണ്. അന്നൊരു പുത്തൻ കുട കൊണ്ടുവന്നപ്പോ വാങ്ങിച്ചെന്നും കരുതി ഇപ്പൊ ഇതൊന്നും വേണ്ട. ഈ സൈക്കിളും കൊടുത്തേച്ച് CID ഇന്നങ്ങ് പോകും. നാളെ ഇത് പൊട്ടുവോ പൊളിയോ വല്ലതും ചെയ്താ പുതിയത് വാങ്ങിക്കൊടുക്കാൻ ഞങ്ങൾക്ക് കഴിയൂ? ആവശ്യമില്ലാത്ത ദുശീലൊന്നും കുട്ടിയെ പഠിപ്പിച്ചു. സാരമില്ല, കേസ് പിടിക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം കൊണ്ട് വാങ്ങിപ്പോയതാ. സത്യം പറഞ്ഞാൽ ഇതുപോലുള്ള സന്ദർഭങ്ങളിൽ എന്റെ സന്തോഷത്തിൽ പങ്കെടുക്കാൻ എനിക്കിവിടെ വേറെ ആരുമില്ല. എന്നുവെച്ചാൽ ഓരോരുത്തർക്കും അവരവരുടെ കഥയാണല്ലോ വലുത്. തരക്കേടില്ലാത്തൊരു ചുറ്റുപാടിൽ നിന്ന് എല്ലാം നശിച്ച് ബന്ധുവീട്ടിൽ അടിച്ചുകളിക്കാരി നിൽക്കേണ്ടി വന്ന ഒരു സ്ത്രീയുടെ ഏക മകനാണ് ഞാൻ. അമ്മ മരിക്കുമ്പോൾ ഞാൻ മദ്രാശിയിൽ മേൽവിലാസമില്ലാതെ തെണ്ടി നടക്കുന്ന ഒരു പട്ടിണിക്കാരനായിരുന്നു. കൂടുതലില്ല, കുറച്ചൊക്കെ ജീവിതത്തിൽ അറിയുകയും അനുഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. നാട്ടില് ആരുണ്ടിപ്പോ? ഞാൻ വലിയ ആളായാൽ ഒരുപാട് ബന്ധുക്കൾ ഉണ്ടായേക്കാം. തൽക്കാലം ആരുമില്ല. അതൊക്കെ പോകാൻ ധൃതിയില്ല. നമ്പ്യാർ സാറേ, സാറേ ഒന്നിങ്ങി കള്ള പാസ്പോർട്ട് കിട്ടിയില്ല. ദുബായി പോയാൽ മതിയോ? എവിടെയായാലും പാസ്പോർട്ട് വേണ്ടേ? വേണ്ട, അങ്ങനെ ഒരു സംവിധാനം ഒത്തുവന്നിട്ടുണ്ട്. ചരക്കും കയറ്റി പോന്ന ഉരുവിലെ നിങ്ങളെ ദുബായിലെത്തിക്കും. ഉരുവില? ആ, ഇക്കാലത്ത് സംശയിക്കേണ്ടെന്നേ. ഇതുപോലെ ആയിരക്കണക്കിന് ആളുകളെ കള്ളലോഞ്ചിൽ കയറ്റി വിട്ടിട്ട് രക്ഷപ്പെടുത്തിയിട്ടുള്ള ആളാ. അതാരാപ്പ അത്? ഇതാ ഞാൻ പറഞ്ഞ ആള്. ഇപ്രായത്തിലും ഗൾഫിൽ കിടക്കാനുള്ള പൂതി വിട്ടിട്ടില്ലല്ലേ കൊച്ചു കള്ള. എന്റെ മകന്റെ കല്യാണം അടുത്ത ആഴ്ച ഷാർജ വെച്ച് നടക്കുക. മദാമേ, ആ, പെട്ടെന്ന് പാസ്പോർട്ടൊന്നും കിട്ടിയില്ല. അല്ല, ജോലിക്കൊന്നുമല്ല. അപ്പൊ നമ്മൾ ഇപ്പം വന്നത് നിങ്ങളെ ഭാഗ്യം. ഇത് കാലിഫോർണിയയിലേക്ക് ചരക്കും കയറ്റി പോണ ഉരുവാണ്. എവിടേക്ക്? കാലിഫോർണിയയിലേക്ക്. പിന്നെ നിങ്ങൾക്കും വേണ്ടി നമ്മളിത് ദുബായ് കടപ്പുറം പോയി തിരിക്കാം. നീന്തറിയോ? എന്തിനാ നീന്താൻ. കരയിലേക്ക് ഉരു അങ്ങനെ അടുപ്പിക്കാൻ പറ്റൂല്ലോ, അതുകൊണ്ട് ഇത്തിരി നീന്തേണ്ടി വരും. നീന്താം, പക്ഷെ ദുബായ് പോലീസിന്റെ കണ്ണിലോ മറ്റേ എന്ന് പെട്ടാൽ? അതിന് നിങ്ങൾ പോലീസിന്റെ മൂക്കിന്റെ അകത്തെ കല്ലല്ലേ കയറി ചെല്ലണേ. പ്രായമായ ആളല്ലേ, മൂപ്പർക്ക് ധൈര്യം കുറച്ച് കുറവാ. അതിന് നമ്മളില്ല ഇവിടെ. നിങ്ങളൊരൊറ്റ കാര്യം ചെയ്താൽ മതി. ഒരു അറബി ഡ്രസ്സ് കരുതിക്കോളി. കര വച്ച ഉടനെ അതിട്ട് അങ്ങോട്ട് നടക്കുക. പിന്നെ അത്യാവശ്യം അല്ലറ ചില്ലറ അറബി വാക്കുകൾ ഞാൻ അപ്പൊ പഠിപ്പിച്ചു തരാം. അപ്പൊ പിന്നെ പ്രശ്നമില്ല. അറബികളെ അറബി പോലീസ് പിടിക്കേണ്ട ആവശ്യമില്ലല്ലോ. എന്നാലും അറബി ഭാഷയൊക്കെ പെട്ടെന്ന് അങ്ങനെ ഒന്നുമില്ലാന്ന് ഇപ്പൊ പഠിപ്പിച്ചു തരാം. അസ്സലാമു അലൈക്കും. പറഞ്ഞാട്ടെ. അസല് അസ്സലാമു അസ്സലാമു അലൈക്കും. അലൈക്കും. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. വ അലൈക്കും മുസലാം. വ വാ അലൈക്കും മുസലാം. അലൈക്കും മുസലാം. മതി മതിന്ന് ശരി മതി. അപ്പം അറബിക്കുപ്പായും പൈസ ആയിട്ട് വെള്ളിയാഴ്ച രാത്രി ഇങ്ങോട്ട് പോരണം. ഈ വെള്ളിയാഴ്ചയുടെ പ്രത്യേകത എന്തെന്ന് എനിക്ക് മനസ്സിലായില്ല. എത്രയോ പ്രാവശ്യം ഞാൻ ഈ ബുൾഫിഞ്ചിന്റെ സ്വരം കേട്ടിട്ടുണ്ട്. അങ്ങ് അകലെ ഒരു വിദൂര സ്വപ്നം പോലെ അവയുടെ ചിറകിന്റെ വർണ്ണം ഞാൻ അറിഞ്ഞിട്ടുണ്ട്. അതെല്ലാം വെള്ളിയാഴ്ചകൾ മാത്രമായിരുന്നെന്ന് ഇപ്പോഴാണ് ഞാൻ ഓർമ്മിച്ചെടുത്തത്. അപ്പോ മറ്റു ദിവസങ്ങളിൽ അവ ഏതോ അജ്ഞാത പ്രദേശങ്ങളിൽ അലയുന്നുണ്ടാവണം. ഉണ്ടാവണം. ഈ വെള്ളിയാഴ്ച രാത്രി നമ്മൾ എല്ലാ സന്നാഹങ്ങളോടും കൂടി പുറപ്പെടും. അയലൻഡിൽ ചെല്ലും, ബുൾഫിഞ്ചിനെ കണ്ടെത്തും. ഒരു പുറംകടലിൽ വെയിറ്റ് ചെയ്യാണ്. പൈസ മുഴുവൻ കൊണ്ടുവന്നില്ലേ? ഉണ്ടുണ്ട്, 20,000 തികച്ചുണ്ട്. ആ കെട്ടിങ്ങോട്ട് എടുത്തോളി. ആളാകെ മാറിപ്പോയല്ലോ. ഇതെന്തിനാണ് വായ അറബിക്കുപ്പ ഇപ്പൊ തന്നെ വലിച്ചു കയറ്റിക്കുന്നത്? അത് ഒരു പ്രാക്ടീസ് കിട്ടിക്കോട്ടെ വിചാരിച്ച.
ഇത് പോരെ? പോരെന്നോ മോശതയാന്ന് വിചാരിക്കരുത്. അസൽ അറബി. ഒന്നും വിചാരിക്കരുത്. നിങ്ങളെ നമുക്ക് വിശ്വാസലേറ്റല്ല. കഴിഞ്ഞ പ്രാവശ്യം ഒരു പാർട്ടിനെ ഫുൾ എമൗണ്ട് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു കയറ്റി എണ്ണി നോക്കുമ്പോൾ 2000 ഉറുപ്പ്യ കുറവ്. വെറുതെ നടുക്കടലിൽ വെച്ച് ഒരു കച്ചറ വേണ്ടല്ലോ വെച്ചിട്ടാണ് ഇത് ഞാൻ എണ്ണു. എണ്ണിക്കോ. ആ ബോട്ട് എത്തിക്കഴിഞ്ഞു. അരമണിക്കൂർ കൊണ്ട് നമുക്ക് ഐലൻഡ് പിടിക്കാം. വുൾഫിഞ്ചിന്റെ വിഹാര സമയം അടുക്കുന്നതേ ഉള്ളൂ. ഓ, അന്ന് കഞ്ചാവ് ലോറിയിൽ നിന്ന് രക്ഷപ്പെട്ടതുപോലെ ഇന്നവനെ ഞാൻ വെറുതെ വിടില്ല. കൂടെ ഉള്ളവനെ ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്. ഏതോ വിദേശ കള്ളക്കടത്തുകാരനായിരിക്കാം. ഒരു വെടിക്ക് 2 പക്ഷി. തെളിവുകളോടെ പിടികൂടിയാൽ പിന്നെ ബ്ലഡിന്റെ ആവശ്യം വരുമോ? നിനക്ക് എത്ര കുപ്പി ബ്ലഡ് വേണം? കസ്റ്റഡിയിൽ വെച്ച് ഇഷ്ടം പോലെ എടുക്കാമല്ലോ. ആ ഓഹോ, പുറംകടലിലേക്കാണല്ലേ വിജയ? ചിലപ്പോ നമുക്കൊരു ബോട്ട് ചേസ് വേണ്ടി വരും. അതിന് നമുക്ക് ബോട്ട് എവിടെ? ബോട്ട് ഒന്നും അറേഞ്ച് ചെയ്തിട്ടില്ലേ? ആര്, ഞാനോ? അതാ ഒരു ബോട്ട്. ഹലോ, ഒന്നിക്കണേ. ഗഫൂർക്ക, ഞങ്ങളെ ദുബായിൽ ഇറക്കാമെന്ന് പറഞ്ഞ് പറ്റിച്ച ദുഷ്ട. ദുബായ് കടപ്പുറാണെന്നും പറഞ്ഞു നീ ഞങ്ങളെ മദ്രാശിയിലെ മറീന ബീച്ചിൽ ഇറക്കി വിട്ടു അല്ലടാ? പൊന്നു മക്കളെ, ഞാനും വിചാരിച്ച ദുബായി അന്ന്, അല്ലാതെ മനഃപൂർവ്വം ചെയ്തത്. കൊല്ലണ്ട, കൊല്ലണ്ട. എന്തായാലും മദ്രാശി നമ്മളെ തെണ്ടിച്ചില്ല. ഒരു കണക്കിന് ഗഫൂർക്ക നമ്മുടെ ഭാഗ്യ നക്ഷത്രമാണ്. അതെ, നിലയും വിലയുള്ള 2 സിഐഡികളാണ് നമ്മളിപ്പോ. സിഐഡികൾക്ക് വേണമെങ്കിൽ ആരെയും എപ്പോഴും കൊല്ലാം. അതുകൊണ്ട് ജീവനിൽ കൊതിയുണ്ടെങ്കിൽ ഞങ്ങളോടൊന്ന് വായിച്ച പൈസ അടിച്ചതാ. ജീവന് കൊതിയുണ്ട്, പക്ഷെ പൈസ ഇല്ല. ഇതെന്താണ് തന്റെ കയ്യില്? അത് മുറുക്കാൻ പോലെയാണ്. കാണട്ടെ. മുറുക്കാൻ പുതിയല്ലേ? അതെ. ഒന്ന് കുട്ടികളെ പൈസ കൂട്ടുന്നാലും മറ്റൊരു കുടുംബം. നമ്പ്യാരെ, നിങ്ങൾ? ഞാൻ കായലിൽ ചാടി. പ്രഭാകര, ഞാൻ പറയാൻ പോകുന്ന സത്യം കേട്ട് നീ ഞെട്ടരുത് എന്ന് ഞാൻ പറയുന്നില്ല, നീ ഞെട്ടും. എന്നെ വകവരുത്തി അതേ സിഐഡിയിൽ ഇവിടെ എത്തിയിട്ടുണ്ട്. ആദ്യമായിട്ടാണ് നിന്റെ ഒരു കഞ്ചാവ് ലോറി പിടിക്കുന്നത് നീ പറഞ്ഞില്ലേ? അതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. നിന്റെ കഞ്ചാവ് ലോറി മാത്രമല്ല, നിന്നെ അവർ നാമാവശേഷമാക്കും. ആ സിഐഡികളെ നീ കണ്ടോ? കണ്ടു. ഒരു വീല് കയറുന്ന തൊട്ട് മുമ്പ് ഞാൻ അവരെ കണ്ടു. ഉടനെ എടുത്ത് കായലിൽ ചാടുകയും ചെയ്തു. മദ്രാസിൽ കണ്ട അതേ 2 മലയാളി സിഐഡികൾ. ഇനി ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കാൻ പാടില്ല. എന്നിട്ടെന്താ നേരെ ഇങ്ങോട്ട് പോകുന്നത്? ആഹാ, നീയും കായലിൽ ചാടിയോ? ചാടാതെ നിവൃത്തി ഉണ്ടായിരുന്നില്ല. കുഞ്ഞീഷ്ണ, ഈ കുരിശന്റെ തലയിൽ നിന്നെടുത്ത് മാറ്റിത്ത. എന്നാൽ എനിക്കൊരു മനസ്സമാധാനം ഉണ്ടാവും. നിന്നെ പോലെ സ്നേഹമില്ലാത്തവനല്ല പ്രഭാകര ഞാൻ അകത്തായാലും നീ രക്ഷപ്പെടണം. നിന്റെ ഈ വീടിന് ചുറ്റും സിഐഡികളെ താവളം ഉറപ്പിച്ചെന്നുള്ള കാര്യം ഉറപ്പാ. നീ വളരെ വളരെ സൂക്ഷിക്കണം. എന്റെ കാര്യം എന്തെങ്കിലും ആകട്ടെ, എന്റെ പൊന്നു കുഞ്ഞീഷ്ണ, ഇയാളെ വല്ല ചാക്കിലും കെട്ടി എവിടെയെങ്കിലും ഒന്ന് നാട് കടത്തി തരാമോ? കൊപ്ര ഇറക്കാൻ വരുന്ന ഏതെങ്കിലും ലോറിയില്. അത് മതി. ഞാൻ പോകാം പ്രഭാകര. പക്ഷെ ഇനി കൊപ്ര കളത്തിലേക്ക് എനിക്ക് ധൈര്യം ഇല്ലാത്തോണ്ടാ. ഈ വീട്ടിന്റെ പടിക്കകത്ത് എനിക്ക് കയറി പോരുത്. വിജയവാഡയിലെ കാസിനോ ഹോട്ടലിൽ വെച്ച്